അപ്പോ മുസ്ലിംകൾക്ക് പഠിച്ചവനെ ആകെ ഞങ്ങളെല്ലാം കൂടി ഇതിൽ വിശ്വസിപ്പെടുത്തോ എന്ന സംശയം വരും. ഈ സംശയം ഉണ്ടാക്കാൻ വേണ്ടി യഹൂദിനെ വളർത്താൻ വേണ്ടി പറയാണ്, യഹൂദികളെ വളർത്താൻ വേണ്ടി പറയാണ്. ഞാനതവിടെ അപ്പോൾ തന്നെ പോയി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സീഡി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഈ ഗ്രന്ഥത്തിന്റെ മുന്നിലൂടെയോ ഇതിന്റെ പിന്നിലൂടെയോ ഒരു ബാത്തിലും അതിൽ കടന്നുകൂടിയിട്ടില്ല. കാരണം എന്തെന്നല്ലേ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ സംബന്ധിച്ച് എല്ലാം അറിയാവുന്ന അർഹമുർ-റഹീമീനായ റബ്ബാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്, തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. ആ പരമകാരുണികനായ എല്ലാ ഹിക്മത്തുകളും നിറഞ്ഞു നിൽക്കുന്ന, സർവരാലും സ്തുതിക്കപ്പെടുന്ന റബ്ബിങ്കൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണിത്. കാരണം മനസ്സിലായില്ലേ? ഭൂതകാല വർത്തമാനം അറിയുന്ന റബ്ബിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ആ ഖുർആനിൽ ബാത്തിൽ കിടക്കാത്തത്. മൗലവി ആ ഖുർആന് പഠിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. തൗറാത്ത് ഇറക്കിയത് ആരാ മൗലവി? ഇഞ്ചീൽ ഇറക്കിയത് ആരാ മൗലവി? ഭൂതകാല വർത്തമാനങ്ങൾ അറിയാത്ത വർത്തവനാണോ? അല്ല മൗലവിയാണോ? അല്ലാഹു ഖുർആനിൽ പറയുന്നു, അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു തആല അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്നും ഹയാത്തുള്ളവനാണ്. അൽ ഖയ്യൂം എല്ലാം നോക്കി നടത്തി നിയന്ത്രിക്കുന്നവനാണ്, എല്ലാം കൊണ്ടും നിന്ന് വരുന്നവനാണ്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഓ നബിയേ, സത്യമായ വിധം അങ്ങേക്ക് ഖുർആൻ അല്ലാഹു ഇറക്കി. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. ആ ഖുർആനിന് മുമ്പുള്ള തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഒക്കെ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്ന വിധത്തിലാണ് ഖുർആൻ അല്ലാഹു അങ്ങേക്ക് ഇറക്കിയത്. വഅൻസല തൗറാത വൽ ഇൻജീൽ. തൗറാത്ത് ഇറക്കിയതും അല്ലാഹു തന്നെ, ഇൻജീൽ ഇറക്കിയതും അല്ലാഹു തന്നെ. മിൻ ഖബ്ലു ഹുദൻ ലിന്നാസ്. അത് ഖുർആനിന് മുമ്പായി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു ഇറക്കിയതാണ്. വഅൻസലൽ ഫുർഖാൻ. ഫുർഖാനുൽ അലീം ഇറക്കിയതും അല്ലാഹു തന്നെ. നിങ്ങൾ പറഞ്ഞതോ ഈ ഖുർആനിൽ ബാത്തിൽ കടക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? മൂപ്പരൊരു പുതിയ കാരണം തേവരക്കര പാസാക്കുകയാണ്. എന്താ കാരണം? ഭൂതകാല വർത്തമാനം അറിയുന്ന പടച്ചവനാണ് അത് അവതരിപ്പിച്ചത്. ചോദിക്കട്ടെ, തൗറാത്ത് ഇറക്കിയതും അല്ലാഹുവല്ലേ? ഇൻജീൽ ഇറക്കിയതും അല്ലാഹുവല്ലേ? സബൂർ ഇറക്കിയതും അല്ലാഹുവല്ലേ? എന്നിട്ട് അതിലെല്ലാം കടത്തിക്കൂട്ടലുകൾ അതാ പലരും നടത്തിയില്ലേ? ഖുർആനിൽ ബാത്തിൽ കടക്കാത്തതിന്റെ കാരണമായിട്ടാണോ? തൻസീലും മിൻ ഹകീമിൻ ഹമീദ് എന്നല്ല പറഞ്ഞത് അതിന്റെ കാരണമല്ല. ഖുർആൻ അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ലാതെ ബാത്തിൽ കടക്കാത്തതിന്റെ കാരണം അല്ലാഹു ഇറക്കിയത് കൊണ്ടാണെന്നല്ല. അങ്ങനെയാണെങ്കിൽ തൗറാത്ത് ഇറക്കിയതും അല്ലാഹുവാണ്, ഇൻജീൽ ഇറക്കിയതും അല്ലാഹുവാണ്, സബൂർ ഇറക്കിയതും അല്ലാഹുവാണ്. ഇമാമിങ്ങൾ മുഖേനയാണ് ഖുർആനിന്റെ സംരക്ഷണം. അതിലൊന്നാമത്തെ ഇമാമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് തന്നെ ഖുർആൻ 30 ജുസും പൂർണ്ണമായി എഴുതിയിട്ട് ക്രോഡീകരിച്ചു വെച്ചു. അത് വലിയ ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങൾക്കറിയോ, പുത്തൻവാദികൾ പറഞ്ഞു അബൂബക്കർ പിഴച്ചുപോയി. ഒന്നാമത്തെ ഇമാമ് തന്നെ പിഴച്ചുപോയി. ഏത് പുത്തൻവാദിയാ പറഞ്ഞത്?
അള്ളാഹ്ക്ക് കയ്യും കാലുമുണ്ടെന്ന് പറയുന്ന പുത്തൻവാദി, മാസം കണ്ടാലെടുത്തൂടാ കണക്ക് കൂട്ടണമെന്ന് പറയുന്ന പുത്തൻവാദി, പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ പുത്തൻവാദി, ഒരു ബുദ്ധിയുള്ള മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത വാദമുന്നയിക്കുന്ന പുത്തൻവാദി. ആദ്യമാകുമ്പോ അള്ളാഹ് ഇറങ്ങും. ഇവിടെയും പ്രസംഗിച്ചാണ് നമ്മളെ സെൽഫി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. രാത്രി മുമ്പ് ഇറങ്ങും. അപ്പൊ ഇസ്ലാമിനെ തകർക്കാനുള്ള ഓരോരോ ആശയം പറയാ യഹൂദികൾക്ക് വേണ്ടിയാണ്. കാരണം രാത്രി അള്ളാഹു ഇറങ്ങും പറയുമ്പോ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളുണ്ടാവും സദസ്സിൽ ഒരുപാട്. അവരെ മനസ്സിലൊക്കെ ഇസ്ലാമിനെ പറ്റി സംശയമായി, അള്ളാഹിനെ പറ്റി സംശയമായി. കാരണം അപ്പൊ അത് അമേരിക്കയിൽ രാത്രിയാകുമ്പോഴാണോ ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴാണോ സംശയം. അപ്പോ വിവരമുള്ള ബുദ്ധിയുള്ള കുട്ടികൾ സംശയമായി. അപ്പൊ അതിന് മറുപടി പറഞ്ഞു ഇന്ത്യയിൽ രാത്രിയാകുമ്പോൾ. അപ്പൊ അമേരിക്കക്കാർക്ക് അന്നില്ലേ? അമേരിക്കക്കാരല്ലയോ? അപ്പൊ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ മിനിറ്റിലും രാത്രിയാകുന്നുണ്ട്. അപ്പൊ പിന്നെ അള്ളാഹ് ഇറങ്ങലല്ല കറങ്ങലായി. അള്ളാഹുത്തല ഇറങ്ങലല്ല പിന്നെ കറങ്ങലായി. ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി യഹൂദികൾ കൊണ്ടുവന്ന ആശയമാണ്. ഈ ആശയം പറഞ്ഞ കക്ഷികൾ അതാണ് റാഫിദുകൾ. ആ റാഫിദുകളുടെ അതേ ആശയം തന്നെ നാദാപുരത്ത് വന്നിട്ട് ഛർദിക്കില്ലേ?